കഴിയാത്ത കാര്യമുണ്ടോ? ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ് ഇത് രണ്ടും. പ്രാർത്ഥനാ വാചകങ്ങളിലും മറ്റും എല്ലാം നാം അതരത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പ്രാരംഭമായി നമ്മൾ വായിച്ചു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണുന്നു. അതിനൊരു ആൻസർ എന്ന രൂപേണ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് പറയാമെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ആരാധിക്കാൻ വന്നിരിക്കുന്നതെന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. അസാധ്യം സാധ്യമാകാൻ പോകുന്നു. സ്തോത്രം. ഈ രണ്ട് പശ്ചാത്തലവും നമുക്ക് വളരെ ഫെമിലിയറാണ്. ഒരു വലിയ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. നമുക്കറിയാം, അബ്രഹാമിന്റെ സാറയുടെ ജീവിതത്തിൽ വലിയൊരു ശൂന്യതയുണ്ട്. അവർക്ക് കുഞ്ഞുങ്ങളില്ല. വർഷങ്ങളായി ശൂന്യതയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടും ദൈവത്തെ ആരാധിക്കാൻ മടി കാണിക്കാത്ത, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉത്സാഹം ഒട്ടും കുറയ്ക്കാത്ത ആ ഭക്തരുടെ അടുക്കലേക്ക് 3 ദൈവപുരുഷന്മാരെ ദൈവം വിടുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 18-ാം അധ്യായത്തിൽ വ്യക്തമായി കാണുന്നു. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. പ്രാപിച്ച ദർശനം ധ്യാനാത്മകമാക്കി കൂടാരവാതിക്കൽ ഇരിക്കുമ്പോൾ 3 ദൈവപുരുഷന്മാർ അബ്രഹാമിന്റെ വാതിൽക്കൽ വന്നു നിൽക്കുന്നു. അവരെ ഓടിച്ചെന്ന് നിലം വരെയും കുനിഞ്ഞ അസാരം വെള്ളം കൊണ്ടുവന്ന് കാലുകളെ കഴുകിയിട്ട് പോകാം, വൃക്ഷത്തിന് കീഴിൽ ഇരുന്നാലും എന്ന് പറഞ്ഞ് അവരെ ഇരുത്തി ക്ഷണത്തിൽ സാരയുടെ അടുക്കൽ ചെന്ന് 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച അപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അവിടെ നിൽക്കാതെ അവിടെ നിന്ന് ഓടി വിഷക്കൂട്ടത്തിൽ ചെന്ന് ഇളയതും നല്ലതുമായൊരു കാളക്കുട്ടിയെ പിടിച്ച് പാകം ചെയ്യിച്ചു. ശൂന്യാവസ്ഥയിലും ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ, കൊടുപ്പാൻ, ഉത്സാഹിപ്പാൻ മടി കാണിക്കാത്ത ഭക്തനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നൊരു വാക്യമാണ് നമ്മൾ വായിച്ചത്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ട്. സ്തോത്രം. തിന്ന് തൃപ്തരായവർ പറയുന്നുണ്ട്, അടുത്ത വർഷം ഇതേ സമയം നിന്റെ ശൂന്യത മാറും, ഒരു മകനെ തന്ന് മാനിക്കും. സാറ ചിരിച്ചു. സാറയുള്ള ബന്ധത്തിൽ പറയുന്നു, യഹോവയാൽ കഴിയാത്തവല്ല കാര്യവുമുണ്ടോ? ദൂത് കേട്ടപ്പോൾ ചിരിച്ചു. ചിലർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലവാരത്തിലുള്ളവരുണ്ടാകാം. കാരണം സാഹചര്യം അതിന് അനുവദനീയമല്ല. പ്രായം കഴിഞ്ഞുപോയി, പതിവ് നിന്നുപോയി, പ്രതീക്ഷിച്ചതിൽ വലിയ പ്രത്യാശയില്ലാത്ത നിലവാരത്തിൽ വളരെ ലാഘവത്തോടെ ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെട്ടു വരുന്നത്. എന്ന് പ്രഭാതത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവശബ്ദം ഇല്ലായ്മയിൽ നിന്ന് ഉളവാക്കുന്നതാണ്. ക്രിയേറ്റീവ് പവറാണ്. പ്രൈസ് ദി ലോർഡ്. ശക്തമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. സാറയെ നോക്കി പറയുന്നു, നിനക്കൊരു മകനെ ദൈവം തരും, നിന്റെ നിന്ന മാറും, നിന്റെ സ്ഥിതി മാറും. ഉള്ളുകൊണ്ട് ചിരിച്ചു. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പഴയ നിയമത്തിൽ സമയം കഴിഞ്ഞുപോയി.
ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. ശാരീരിക സ്ഥിതി അതിനനുകൂലമല്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, മറിയയുടെ അടുക്കൽ വന്ന് ദൂതൻ ഇറങ്ങി പറയുന്നു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കത്തക്കവണ്ണം നീ ഒരു മകനെ പ്രസവിക്കും. ഇവിടെ സമയമായിട്ടില്ല, വിവാഹം കഴിച്ചിട്ടില്ല, പുരുഷനെ അറിഞ്ഞിട്ടില്ല. ഈ രണ്ട് വചനം കൂടി ചേർത്ത് വെച്ച് പഠിച്ചാൽ ഒരിടത്ത് സമയം കഴിഞ്ഞു പോയെന്ന രൂപേണയും മറ്റൊരിടത്ത് സമയമായിട്ടില്ലെന്ന രൂപേണയും ഇരിക്കുമ്പോൾ ദൈവത്തിനൊരൊറ്റ വാക്കേ ഉള്ളൂ, ഇതത്രേ നിന്റെ സമയം, നിന്റെ വിടുതലിന്റെ സമയം, നിന്റെ ശൂന്യത മാറാനുള്ള സമയം, നിന്ന മാറാനുള്ള സമയം, പുറത്തു വരേണ്ട സമയം, മാനിക്കപ്പെടേണ്ട സമയം, ആദരിക്കപ്പെടേണ്ട സമയം. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൂതേറ്റെടുക്കാമോ? ഇത് നമ്മുടെ സമയമാണ്. ഹല്ലേലൂയ. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സാധ്യമാകും. സ്തോത്രം. സാഹചര്യം അതിന് അനുവദനീയമല്ലെങ്കിലും, സമയമായിട്ടില്ലെന്ന് തോന്നിയാലും അസാധ്യമെന്ന് തോന്നിയാലും പരിശുദ്ധാത്മാവിനൊരൊറ്റ വാക്കേ ഉള്ളൂ, ഇത് നിന്റെ സമയമാണ്. യെസ്. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 7-8 വചനങ്ങൾ. മോശ വടികളെ സാക്ഷ്യകൂടാരത്തിൽ വെച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിലുള്ള അഹരോന്റെ വടി തളിർത്തു. അത് പൂത്തു, അത് ബദാം ഫലം കായ്ച്ചു. ഒന്ന് ശ്രദ്ധിക്കണമേ. എത്ര ഗോത്രമുണ്ടെന്ന് ചോദിച്ചാൽ 12 ഗോത്രമുണ്ടെന്ന് എല്ലാവർക്കും കാണാതെ അറിയാം. 12 ഗോത്രത്തിലുള്ള 12 ഗോത്ര തലവന്മാര് ഒന്നിനൊന്ന് ചേരാത്തതാണ്. ഹലോ, 12 ഗോത്രത്തിലുള്ള 12 ഗോത്രത്തലവന്മാര് ഒന്നിനൊന്ന് ചേരാത്തതാണ്, വിധേയപ്പെടാത്തതാണ്. കഠിന ഹൃദയമുള്ളവരുണ്ട്, എന്നാൽ ഒരുമിച്ച് വന്നൊരു സ്റ്റേജിൽ ഇരിക്കുന്ന അനുഭവമുണ്ട്. സ്തോത്രം. വലുപ്പ ചെറുപ്പം ഭാവിച്ച് കീഴ്വഴക്കമില്ലാതെ ക്രൈസ്തലോ പല നിലവാരത്തിൽ അഹങ്കാരത്തിമർപ്പോടെ നിൽക്കുന്ന 12 ഗോത്രത്തലവന്മാർ മനോഭാവം ഞാനാണ് വലുതെന്ന രൂപേണ. തമ്പുരാൻ പറയുന്നു, ആർക്കാണ് കൃപയുള്ളതെന്ന് ഞാൻ തെളിയിക്കാം. 12 ഗോത്രത്തിലുള്ള 12 ഗോത്രത്തലവന്മാരെ വിളിച്ചുകൂട്ടു മോശെ. 12 ഗോത്രത്തലവന്മാരും വന്നു. അതിനുശേഷം പറയുന്നു, വെറുതെ വന്നാൽ പോരാ, കൈവീശി വന്നാൽ പോരാ. അമ്മ, ഓരോ ഗോത്രത്തലവന്മാരുടെ കയ്യിലും ഓരോരോ വടി ഉണ്ടായിരിക്കണം. 12 വടി. സ്തോത്രം. ഇനി വടിയായിട്ട് വന്നിരുന്നാൽ മാത്രം പോരാ, ചിലത് വെറും വടിയായിട്ടും വന്നിരിക്കും. സ്തോത്രം. ആരാണോ വടി വെട്ടി കൊണ്ടുവന്നിരിക്കുന്നത് അവന്റെ വടിയിൽ അവന്റെ പേരെഴുതണം. സ്തോത്രം. ആരുടെ വടിയാണോ തളിർക്കുന്നത് അവരെ ദൈവം സെലക്ട് ചെയ്യും. നമ്മുടെ വിഷയം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഒറ്റ രാത്രിയെ സമയം കൊടുത്തിട്ടുള്ളൂ. എന്തിനാണ് പേരെഴുതാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഒറ്റ രാത്രി മാത്രമാണ് ടൈമുള്ളൂ. ഈ സമയത്ത് ചിലർക്ക് ഉറങ്ങാം, ചിലർ ഉണർന്നിരിക്കാം. സ്തോത്രം. ഉറങ്ങുന്ന സമയം പേരെഴുതിയിട്ടില്ലെങ്കിൽ ഉറങ്ങുന്ന ആളുടെ വടിയാണ് തളർത്തതെങ്കിൽ ഉണർന്നിരിക്കുന്ന ആള് വടി മാറിയെടുക്കാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് പഠിച്ച പണിയൊന്നും ഈ ആത്മമണ്ഡലത്തിൽ എടുക്കാൻ അനുവദിക്കാത്ത ദൈവം സകല പഴുതും അങ്ങ് അടച്ചു. സ്തോത്രം. വടിയിൽ പേരെഴുതിപ്പിച്ചു. പേരെഴുതിയാൽ മാറ്റിയെടുക്കാൻ പ്രയാസമില്ല. പിറ്റേ ദിവസം മോശ സാക്ഷ്യകൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗ്രഹത്തിലുള്ള അഹരോന്റെ വടി തളർത്തു. അത് പൂത്തു, അത് ഫലം കായ്ച്ചു. ദൈവത്തിനൊരുത്തനെ ഉയർത്താൻ പദ്ധതി ഉണ്ടെങ്കിൽ, മാനിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ, 11 അവനെതിരെ നിന്നാലും അവൻ തളർത്തിരിക്കും, അവൻ മാനിക്കപ്പെട്ടിരിക്കും, അവൻ ഉയർച്ച പ്രാപിച്ചിരിക്കും. ആരൊക്കെ അവനെ പറിച്ചു മാറ്റാൻ നോക്കിയാലും, ആരൊക്കെ അവനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും, കരുക്കൾ നീക്കിയാലും, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടാൽ ഇന്ന് പകൽ ഇതിനകത്ത് ചില തളർക്കാൻ പോവാ കേട്ടോ. പരിശുദ്ധാത്മാവ് അങ്ങനെ ഉള്ളത്തിൽ പറയുന്നു. തളർത്ത് പൂത്ത് ഫലം കഴിച്ചത് ചിന്ത അതല്ല. ഈ അഹരോൻ വെട്ടിക്കൊണ്ടുവന്ന വടിയുടെ മാത്രം പേരാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഏത് വടിയാ? ബദാമിന്റെ വടിയാ. മറ്റ് 11 പേരുടെ കയ്യിലും ഇരിക്കുന്ന വടി ക്ഷണത്തിൽ തളർക്കുന്ന നിലവാരത്തിലുള്ളതായിരിക്കണം. ചില ഉപദേശന്മാരുടെ കയ്യിൽ അങ്ങനത്തെ വടിയെ കിട്ടും. അസാധാരണ. ബദാമിന്റെ വടി തളർക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഇന്ന് പ്രഭാതത്തിൽ ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? തളർക്കും. ബദാമിന്റെ വടി ഒരിക്കലും തളർക്കില്ല. കാരണം ബദാം ഉണ്ടാകുന്നത് വടിയിൽ നിന്നല്ല, കായിൽ നിന്നാണ്. കായ കുഴിച്ചിട്ട് ഏകദേശം ചുരുങ്ങിയതൊരു 6 വർഷമെങ്കിലും എടുത്ത് ചെറിയൊരു മരമായി വളർന്ന് അത് തളർത്ത് പൂത്താണ് കായ്ക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രമിക്കുന്ന ദൈവജനം തിരിച്ചറിയണം. അഹരോന്റെ കയ്യിലിരിക്കുന്ന വടി ജീവിതത്തിൽ തളർക്കില്ല. സ്വത്രം സ്വത്രം സ്വത്രം. അവൻ സാഹചര്യം അനുവദനീയമല്ല, അവസ്ഥ അവൻ അനുവദനീയമല്ലെങ്കിൽ പോലും അവൻ കായിൽ നിന്ന് പൊട്ടിക്കിളിർക്കേണ്ടതിനെ ഒരു കമ്പിൽ നിന്ന് തളിർപ്പിച്ച് പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കത്തക്കവണ്ണം നന്മയ്ക്കായ ഒരു അടയാള ഭക്തന് വേണ്ടി ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. സാധ്യതയില്ലെങ്കിലും ചില മത്സരികളുടെ മധ്യത്തിൽ തളിർപ്പിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരു തളിർപ്പുണ്ട് ഈ നാളിൽ. സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുതമന്ത്രിയുടെ കരം ശക്തിയോടെ വെളിപ്പെടുന്ന നിമിഷങ്ങളാണ് മുന്നിലുള്ളതെന്ന് വിശ്വസിക്കുന്നവർ ഉറപ്പിച്ചോണം. ദിസ് ഈസ് യുവർ ടൈം. ഇത് നിന്റെ സമയമാ, സമയമാ, സമയമാ. ഞാൻ പ്രവർത്തിക്കും, ഞാൻ പ്രവർത്തിക്കും. ആർ തടുക്കും? ഓ യെസ്, പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. ഓ there is no chance, there is no possibility, but he will do a miracle. കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒന്ന്, സാധ്യതയില്ല. കാരണം കായ കുഴിച്ചിട്ട് മരമായി വളർന്നു തളിർക്കേണ്ടതിനെ ഒരു കമ്പിൽ നിന്ന് കർത്താവ് തളിർപ്പിച്ചു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സമയമാവാതിരിക്കുന്നു. 2, അത് പൂത്തു ബദാം ഫലം കായ്ച്ചു. ഒരു ബദാമിൽ ഫലം ഉണ്ടാകണമെങ്കിൽ 5-8 വർഷം എടുക്കും. ഒരു മരമായി വളർന്ന് അത് പൂത്ത് കായ്ക്കണം.
കേട്ടോ, വർഷങ്ങളെടുത്ത് കാണേണ്ട ഫലം ഒരൊറ്റ രാത്രിയിൽ ആ കമ്പിൽ വെച്ച് പിടിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ വർഷങ്ങൾ കൊണ്ട് ഓടിയിട്ട് കാണാത്തത്, വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചിട്ട് പ്രാപിക്കാൻ കഴിയാത്തത്, വർഷങ്ങൾ വില കൊടുത്തിട്ട് കിട്ടാത്തത്, ഇന്ന് പ്രഭാതത്തിൽ ഇതിനകത്ത് ദൈവാത്മാവ് ഭക്തർക്ക് വേണ്ടി സ്വായത്തമാക്കുന്ന സമയമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടിയേറ്റെടുത്തു. ഒന്ന്, സാധ്യതയില്ലാത്ത സമയത്ത് തളർത്തു. രണ്ട്, വർഷങ്ങളെടുത്ത് കാണേണ്ടത് ക്ഷണത്തിൽ ദൈവം കാണിച്ചു. 3:17-10 സാധ്യതയില്ലാത്ത സമയത്ത് തളിർത്തതും വർഷങ്ങൾ കൊണ്ട് കാണേണ്ടതിനെ ഒറ്റ രാത്രിയിൽ വെളിപ്പെടുത്തിയതുമായതിനെ മത്സരികർക്കൊരു അടയാളമാക്കിയെങ്കിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചില മത്സരികളുടെ വായടക്കത്തക്ക വണ്ണം, നിന്നെ പരിഹസിച്ചവരുടെ വായടക്കത്തക്ക വണ്ണം, നിന്നെ അപമാനിച്ചവരുടെ വായടക്കത്തക്ക വണ്ണം, നിന്നെ പകച്ചവരുടെ വായടക്കത്തക്ക വണ്ണം, പകയ്ക്കുന്നവർ കണ്ട് ലക്ഷിക്കത്തക്ക വണ്ണം നന്മയ്ക്കായ ഒരു അടയാളമായി തളർത്ത വടിയ ദൈവം വെച്ചെങ്കിൽ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ഇനിയുള്ള നിമിഷങ്ങൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നിമിഷങ്ങളാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. നമ്മുടെ കണ്ണുകൾ നിമിഷാടയ്ക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്തുണ്ട്. സമയം കഴിഞ്ഞുപോയി എന്ന രൂപേണയും ഇല്ല സമയമായിട്ടില്ലെന്ന രൂപേണയും പിറവിറക്കും അനുഭവത്തിൽ, വചനത്തിന്റെ അനുഭവത്തിലൊക്കെ ആരെങ്കിലും ഉള്ളത്തിൽ മന്ത്രിച്ച് ബലഹീനരായി ഇന്ന് പ്രഭാതത്തിൽ ഇതിനകത്ത്